മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന കവിതയാണ്. അതായത് എന്താണ്, ഇതിൽ നന്മയുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ മോറൽ വാല്യൂസും നമുക്കിതിൽ കാണാൻ കഴിയും. ജീവിതത്തെ എങ്ങനെ നയിക്കണമെന്ന് ഒരു പിതാവ് മകന് നൽകുന്ന കാലാതീതമായിട്ടുള്ള ഒരു ഉപദേശമാണ്, ഒരു അഡ്വൈസാണ് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു കഥ. അതായത് സത്യസന്ധമായും അല്ലെങ്കിൽ എന്താണ് ജ്ഞാനത്തോടു കൂടിയും വളരെ നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇതിൽ. ഈ കവിതയുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, നമ്മൾ മറ്റുള്ളവർ പരിഭ്രാന്തരാകുമ്പോൾ നമ്മൾ വളരെ ശാന്തമായും അല്ലെങ്കിൽ എന്താണ് അവരോട് വളരെ ബഹുമാനത്തോടു കൂടിയും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ സംയമനത്തോടു കൂടിയും കേട്ട് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റാൻസ് നമ്മളോട് പറയുന്നത്. എങ്കിലാണ് അവർക്ക് മറ്റുള്ളവർ നമ്മളെ സംശയിക്കുമ്പോൾ സ്വയം വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുപോലെ എല്ലാവരോടും ക്ഷമയും സത്യസന്ധതയും നിലനിർത്തേണ്ട ആവശ്യകതയും ആരോടും ഒരിക്കലും ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള അഹങ്കാരമോ ഇല്ലാത്തവനായിരിക്കുന്നതിൻ്റെ ആവശ്യകതയും എല്ലാമാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. കാരണം നമ്മൾ ഈ ലോകത്ത് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയില്ലേ. നമ്മൾ പരിഭ്രാന്തരാകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും നമ്മളെ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളെ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ നമ്മളത് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ നമ്മളോട് പെരുമാറുകയാണെങ്കിൽ അവരോട് നമ്മൾ ക്ഷമയും സത്യസന്ധതയും എങ്ങനെയാണെന്നും മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മളത് മനസ്സിലാക്കി കൊടുക്കുകയും മറ്റുള്ളവർ എന്തെങ്കിലും കാര്യത്തിൽ വിദ്വേഷമോ അല്ലെങ്കിൽ അഹങ്കാരമോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് കവി ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മളോട് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ടാകാം അല്ലേ. അതേപോലെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാം ഉണ്ടാകും. നല്ല സ്വപ്നങ്ങളുമുണ്ട്, ചീത്ത സ്വപ്നങ്ങളുണ്ട് അല്ലേ. അതേപോലെ നല്ല ചിന്തകളും വേണ്ടാത്ത ചിന്തകളും എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ നമ്മുടെ ചിന്തകളെ, നല്ല ചിന്തകളെയും സ്വപ്നങ്ങളെയും എല്ലാം യാഥാർത്ഥ്യമായി കാണാനും അതുപോലെ അതിനെ യാഥാർത്ഥ്യമാക്കാനും പിന്നെ അതേപോലെ നമ്മുടെ വിജയത്തെയും വളരെയധികം സന്തോഷത്തോടു കൂടി അംഗീകരിക്കാനും പരാജയത്തെയും മിഥ്യാധാരണകളായി കാണാനും ജീവിതത്തിൽ ഏതെങ്കിലും പ്രവൃത്തികൾ തകർന്നാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിച്ചു, കാരണം പല കാര്യങ്ങളിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകും അല്ലേ. എക്സാമിൻ്റെ ഇതുണ്ടാവും, എക്സാമിൽ പരാജയപ്പെട്ടാലോ വിജയിച്ചാലോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. ജീവിതത്തിലെ പരാജയങ്ങളും വിജയങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും ഇതല്ല നമ്മുടെ ജീവിതം, ഇനിയും എനിക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയും അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് എവിടെയെങ്കിലും നമ്മളൊന്ന് തകർന്നു പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ നമ്മൾ തന്നെ കാണണമെന്നും എല്ലാമാണ് ഇതിലെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും വിജയങ്ങൾ മാത്രമല്ല ഉണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴും പരാജയങ്ങൾ മാത്രമല്ല അല്ലേ. രണ്ടും നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടെന്നും ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു ചെരിവുണ്ടെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ. ഇതിൽ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന കാര്യം അതേപോലെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അപകട സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചോ പരാതികൾ